ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ആ പോർഷൻ എനിക്ക് തോന്നുന്നു പുള്ളി കയ്യിൽ നിന്നിട്ടാന്ന് തോന്നുന്നു. അപ്പൊ പുള്ളീനെ കറക്റ്റ് അതിന് യൂസ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ വിളിച്ചതാണ് പുള്ളീനെ. ഇങ്ങനെ പെയിന്റ് പണിയായിട്ടൊക്കെ നടക്കുന്ന ഒരു പയ്യനായിട്ട് അങ്ങനെ ഇമാജിൻ ചെയ്യില്ല. ആളുടെ റിയാക്ഷൻ എന്തായിരുന്നു ഈ സിനിമ എടുക്കാൻ നേരത്ത്? നമ്മൾ കഥ പറയാൻ ചെല്ലുമ്പോൾ പുള്ളി ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഓർത്ത് ദൈവം പുള്ളിക്ക് ഇത് ഇഷ്ടമാവില്ലേ ഇതൊക്കെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായി. ലാസ്റ്റ് ഇയാൾ ഈ പെണ്ണിനെ തെരഞ്ഞ് നടന്ന് ലാസ്റ്റ് ഇവള് മരിച്ചു, ഇവളുടെ ബോഡി കാണുമ്പോഴാണ് ഇവള് മരിച്ചു എന്നുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞപ്പോൾ പുള്ളി ഒറ്റ ചിരിച്ച്. ഞാനോർത്തേ അയ്യോ പാടത്ത് മൊത്തം ഇയാൾ അന്വേഷിച്ച് കിടന്ന ആള് മരിച്ചു, ഇവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിടക്കണം. പക്ഷെ പുള്ളി പറഞ്ഞത് അതായിരുന്നു പുള്ളിക്ക് അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത. പുള്ളി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അത് എഴുതിയത് തന്നെ സലിമേട്ടന്റെ മീറ്ററിലാണ്. സലിമേട്ടന്റെ വോയിസിലാണ് നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും പറഞ്ഞു നോക്കിയിട്ട് അങ്ങനെ തന്നെ എഴുതുന്നത്. പുള്ളീനെ തന്നെ വായിച്ചു കേൾപ്പിക്കുന്ന പുള്ളിയുടെ വോയിസിലാണ്. അത് രതീഷും ഒരു ശ്രമമാണ്. അത് വർക്കായി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറഞ്ഞ പോലെ ശ്രമമാണ് ഈ പറഞ്ഞ പോലെ ചിത്രത്തിൽ. അതേറ്റില്ല, അത് ഞങ്ങള് ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വെച്ചാണ്. ചിലപ്പോൾ അത് ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ യമണ്ടൻ പ്രേമതയുടെ ലൊക്കേഷനിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിക്യൂൻ സലിമേട്ടനും ഞാനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ പണ്ട് ഞങ്ങള് മറ്റേ രാപ്പൽ എന്ന് പറഞ്ഞ പടം ചെയ്യുമെന്ന് പറയുമ്പോൾ ചേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡിക്യൂ അതിൽ താണ്ടല്ലോ ഓക്കെ മായാവി ചെയ്യുമ്പോ ഇല്ലേ മമ്മൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മായാവിൽ ഇവനുണ്ടല്ലോ അത് പറഞ്ഞ സലിമേട്ടൻ. അതെ മായാവലി ചേട്ടാ. അപ്പൊ ഡിക്യൂ പിന്നെ മായാവിൽ താണ്ടല്ലോ ഓക്കെ. പിന്നെ പടത്തിന്റെ കാര്യം പറയും. കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ അതിന് മുമ്പ് ഞാൻ പളുങ്കിലിയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഡിക്ക് വെച്ചാൽ താനപ്പൻ ആയിട്ടുള്ള കൂടുതൽ കാരണം താൻ നല്ല പ്രായം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഷൂട്ടിന്റെ ഇടയിൽ കറണ്ട് അടിച്ച് ഇവന്മാര് രണ്ടുപേരും ഒരു ഏണിയായിട്ട് പോയതാണ്. ഇപ്പൊ സീരീസ് ലൈറ്റിന്റെ ഒരു മുട്ടുസൂചി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വെച്ചത് മുട്ടുസൂചി ഈ അലൂമിനിയത്തിന്റെ ഏണിയാണ്. അതിന്റെ ഒരു എഡ്ജ് അതിലെങ്ങാണ്ട് മുട്ടിയപ്പോ രണ്ടുപേർക്ക് അടി കിട്ടി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. നമ്മുടെ കൂടെ ഇന്നുള്ളതൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. വെൽക്കം ഉണ്ണിച്ചേട്ടാ. നമസ്കാരം. ഇപ്പോൾ നമ്മൾ പുതിയ സിനിമയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു IFFKയിലൊക്കെ നല്ല നിറഞ്ഞ സദസ്സിലൂടിയിട്ടുള്ള ഒരു സിനിമയാണ് എ പാൻ ഇന്ത്യൻ സ്റ്റോറി. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് അത് തന്നെ ആദ്യം നമുക്ക് ചോദിക്കാം. ഇതിൻ്റെ സംവിധായകൻ VC അഭിലാഷ് സഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സിനിമ അതിന് മുമ്പ് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അഭിലാഷ് ചേട്ടനെ അതിനുശേഷം പുള്ളി ചെയ്യുന്ന സിനിമയിൽ ഇങ്ങനെ ചെറിയൊരു പരിപാടി ചെയ്യാനായിട്ട് വിഷ്ണുവും എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരാം ബഡ്ജറ്റ് പരിപാടിയൊന്നും ഇല്ലാത്ത ഇതാണ്, നമ്മളാകെ ഒരു 15 ദിവസം ഷൂട്ടും പ്ലാൻ ചെയ്യണതെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2 ദിവസത്തേക്കുള്ളൊരു ഇതാണ് പുള്ളി ചോദിച്ചത്. ഇതിനൊരു കഥയുടെ ഒരു സാധനം പറഞ്ഞപ്പോൾ ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ ആ ക്യാരക്ടർ ആരാ ചെയ്യണം? അത് വേറൊരു ഫ്രണ്ടാണ് ചെയ്യണത് വിഷ്ണു. ഞാൻ 2 ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പം ഇതിലേക്ക് ആദ്യം പറഞ്ഞ കഥാപാത്രം അത് വേറെ ക്യാരക്ടറാണ്. അപ്പം ഞാനിത് ചോദിച്ചത് ഈ ക്യാരക്ടർ ആരെയും മുരളിയുടെ ക്യാരക്ടർ ആരെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ വേറെ ആരെങ്കിലും ഒരാളെ വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് ചെയ്താൽ ഓക്കെ ആണോന്ന് ചോദിച്ചു. വിഷ്ണു ചെയ്യൂ? ഞാൻ പറഞ്ഞു എനിക്കത് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷമുള്ളൂ എനിക്ക്. അപ്പോൾ പക്ഷെ അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും വേണ്ടി വരും. ഞാൻ പറഞ്ഞു അതിനെന്താ ഞാൻ വരാം. അപ്പം എനിക്കത് അങ്ങനെ ഞാൻ ചോദിച്ചു മേടിച്ച വേഷമാണ്. ശരിക്ക് ഈ സിനിമ ഞാൻ കണ്ടപ്പോഴേ എന്താണെന്ന് വെച്ചാൽ വളരെ ഫെമിനൈനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. നമ്മളാണെങ്കിൽ ഭയങ്കര ഫെമിനൈനായിട്ട് അഭിനയിച്ച് ഹിറ്റടിച്ച നടന്മാരുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ടെങ്ങാനും പാളിപ്പോയാൽ അത് ട്രോളാകും, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം ദിലീപേട്ടനൊക്കെ ശാന്തുവട്ടിൽ പീക്ക് ലെവലിൽ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ജയസൂര്യ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ള റോളാണ്. ശരിക്കും ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അത് ശരിക്കും ആ ഫാക്ടർ തന്നെ ആയിരിക്കുമല്ലോ ഇതിൽ അട്രാക്ട് ചെയ്തത്, ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്നുള്ളത്. അതെ തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു മേടിച്ചാണോ. അല്ല പേടിയുണ്ടായിരുന്നു എങ്ങാനും ഇതാകോ എന്നുള്ളത്. പിന്നെ അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഒരു. എന്നിട്ടത് നന്നായാലും നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അതൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കിട്ടിയൊരു അപ്രിസിയേഷൻ ആണ് തോന്നി. ഈ സിനിമയിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ ഓട്ടോയിൽ വന്നിറങ്ങുന്ന ഒരു രംഗമുണ്ട്. തുടക്കത്തെ ഷോട്ടിൽ ചേട്ടനെ കാണിക്കുന്നതേ ആ ഓട്ടോയിൽ വന്നിറങ്ങുന്നൊരിതാണ്. അപ്പോൾ ആൾ ഈ ഉറക്കച്ചടവിൽ നിന്ന് പതുക്കെ ഒന്ന് എണീക്കണം. ആ ഉറക്കച്ചടവിൽ നിന്ന് പതുക്കെ ഒന്ന് എണീറ്റിട്ട് ഇങ്ങനെ ചുറ്റുമൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് പക്കാ സ്ത്രീകളുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലൊക്കെ നോക്കുന്നത്. ഇങ്ങനെ നോക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അപ്പോഴേ ഡൗട്ട് അടിച്ചു തുടങ്ങും, ഇതിങ്ങനെയാണോ, ഇത് ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ആളാണോ എന്ന് നമുക്ക് അപ്പോഴേ ഡൗട്ട് അടിക്കും. അതിന് ശേഷം ഓട്ടോക്കാരൻ പറയണു എത്തി എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ആ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ പുറകോട്ടിടുന്നതിലൊക്കെ ആ ഒരു സ്ത്രൈണത നമുക്ക് കാണാൻ പറ്റും.
അപ്പോഴും നമുക്ക് കൺഫേംഡ് അല്ല ആള് ശരിക്കും എന്താ പറയുക ഫെമിനൈറ്റുള്ള ആളാണോ അല്ലയോ എന്നുള്ളത്. അതിന് ശേഷവും റൂമിൽ പോകുന്നു, റൂമിൽ പോയതിന് ശേഷം പിന്നെ കിടന്നുറങ്ങുന്നു, പിന്നെയും വിളിക്കുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജോണി ആൻ്റണി ചേട്ടൻ്റെ അടുത്ത് അപ്പുറം പോകുന്നുണ്ട്. ആ പോകുന്ന സീനിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, പൊതുവെ സംസാരത്തിൽ നിന്നാണല്ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആ വൈഡ് ഷോട്ട് ആക്കണം, അപ്പം നമുക്ക് ദൂരത്തുനിന്ന് സംസാരിക്കുന്നത് ഫീൽ ചെയ്യണം. അത് അത്രയും ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് നമുക്ക് ഉറപ്പിക്കാനുള്ളൊരു ചാൻസ് ഇരുന്നത്, ഓ ആള് ആണ് എന്ന് ഉള്ള ഒരിത്. ഇത് ആക്ച്വലി ആ ഒരു ഇതിൽ തന്നെ എഴുതി പോയതാണോ? കാരണം ആളുകൾക്ക് ആ ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞാല് ഇതിപ്പോൾ നമ്മളെ കാണിക്കണ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇയാളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കളയാമെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തതായിട്ട് തന്നെ ഫീൽ ചെയ്യുമല്ലോ. ഇതിൽ പക്കാ റിയലായിട്ടുള്ള ഒരു ഇത് തോന്നിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊന്നും അത് കിട്ടണമെന്നില്ല. അപ്പം എന്നോടൊരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് തോന്നി, ഇതാണെന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് മറ്റേ ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചേടാ ഇത് ഇങ്ങനെ ഒരു ഫെമിനൈൻ ടച്ചുള്ള ക്യാരക്ടറാണല്ലേ. അപ്പോൾ ഇവൻ രണ്ടാമത് സിനിമ കണ്ടപ്പോഴാണ് തുടക്കം മുതൽ അതിൻ്റെ കറക്റ്റ് അത് പിടിച്ചത് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഭയങ്കര എന്താ പറയുക, ഒരു അവാർഡ് കിട്ടിയ പോലെ ഫീൽ ചെയ്തു. ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും റിസ്കി ആയിട്ട് അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതായിരിക്കും, അതോ ഇതിനു മുമ്പുള്ള ഏത് ക്യാരക്ടറിനെ അങ്ങനെ ഒന്ന് പറയാൻ തോന്നുക? പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള പണിയുണ്ട്. ഒരു പുറം കാഴ്ചയിൽ നോക്കിയാൽ പാൻ ഇന്ത്യ സ്റ്റോറിയിലെ ക്യാരക്ടറാണ് വളരെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നൊരു ക്യാരക്ടർ ഇതാണ്. അതിനുണ്ട് താനും. കാരണം ഇതൊന്ന് ഒരു പൊട്ടിക്ക് കൂടിപ്പോയാലും ഭയങ്കര ചീത്ത പേരാവും, കുറഞ്ഞു പോയാലും ശരിയായില്ല എന്ന് പറയും. അതിൻ്റെ ഒരു മീറ്റർ കറക്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ അത് ഡയറക്ടർക്ക് അത് പക്ക ഹാപ്പി ആയിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ്. പുള്ളി ഓക്കെ ആയി എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി. പിന്നെ അതിൽ ഈ കട്ടിലിൽ നിന്ന് ഇറങ്ങി തന്നെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് പോലും പറയണതിന് മുമ്പാണ് ഉറക്കത്തിൽ നിന്ന് കട്ടിലിൽ നിന്ന് ഇറങ്ങി തന്നെ. അപ്പോൾ അത് ഞാൻ ഇറങ്ങി തന്നെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ എടുത്തതാണ്. അപ്പോൾ ആ കട്ടിലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി തന്നെ ഷോട്ട് എടുത്തപ്പോഴേ അഭിലാഷ് ഏട്ടൻ ഫിക്സ് ചെയ്തു തോന്നുന്നു, ആ സേഫായി. പുള്ളിക്ക് ടെൻഷൻ ഉണ്ടായി ഞാനിത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോണെന്നുള്ളതിന് ഒരു ഇതുണ്ടായി. അപ്പോൾ ആ കട്ടിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കാലിൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ കണ്ടപ്പോഴേ അഭിലാഷ് ഏട്ടൻ ഹാപ്പി ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നോട് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ വേണം എന്ന് വെച്ചിട്ട് ചെയ്യണതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ഒരു ക്യാരക്ടർ പിടിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ പിന്നെ കുറേയൊക്കെ പിന്നെ നാച്ചുറലായിട്ട് അങ്ങോട്ട് വന്നോളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനേ ചില സിനിമയിലെ തന്നെ ഡയലോഗ്സ് പറയും, എനിക്ക് അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പോണേണ് എന്തിനാ ഇങ്ങനെ കുറേ എക്സ്പ്രഷൻ ഇട്ട് ചാവണത്, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. അത് സുധിച്ചേട്ടൻ ആള് മരിച്ചുപോയി. സുധിച്ചേട്ടൻ്റെ എന്താ പറയുക, പുള്ളിയുടെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ റിയാക്ഷനുകൾ അത് മറ്റേ സ്കിറ്റുകളിലൂടെയും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് പുള്ളി. അപ്പോൾ പുള്ളീനെ കറക്റ്റ് അതിന് യൂസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ വിളിച്ചതാണ് പുള്ളീനെ. ആ പോർഷൻ എനിക്ക് തോന്നുന്നു പുള്ളി കയ്യിൽ നിന്നിട്ടാന്ന് തോന്നുന്നു. അത് സ്വന്തമായിട്ട് പറഞ്ഞ ഡയലോഗാ, സ്ക്രിപ്റ്റിലേ ഇല്ല, ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. ഈ ഇപ്പോ അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു ചുമട്ട് തൊഴിലാളിയുടെ മോനാണ്. അത് പൊതുവേ എല്ലാരും പറഞ്ഞേക്കണ ഒരു കാര്യമാണ്. മമ്മൂട്ടിയുടെ മോനായോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കൂലൊക്കെ. ഞാൻ ചോദിക്കാവുന്നതിന്റെ റീസൺ അത് തന്നെയാ. അത് കഴിഞ്ഞിട്ട് കട്ടപ്പന കഴിഞ്ഞിട്ട് ചെയ്തത് ഒരു യൗണ്ടൻ പ്രമോദയാ. അതെ, അല്ല ഇമ്മീഡിയറ്റ് അതിനുള്ള മറുപടി അപ്പം തന്നെ പറയണ്ടല്ലോ. അതായത് കിച്ചു എന്ന് പറയുന്ന കഥാപാത്രം അവനൊന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ അവൻ പറയണ ഒരു സാധനമാണ് അവരൊക്കെ നെപ്പോട്ടിസം കൊണ്ടാന്ന് പറയണത്. എന്ന് പറയണം. അപ്പൊ തന്നെ കനി തിരിച്ച് മറുപടി പറയുന്നുണ്ട്, മമ്മൂട്ടിയുടെ അച്ഛൻ സിനിമാറിലായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഈ ദുൽഖർ കണ്ടിരുന്നോ ഈ സിനിമ? ആളെന്തെങ്കിലും പറഞ്ഞിരുന്നോ?
പുള്ളി കണ്ടിട്ടുണ്ടാവും, ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ലേ? എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു എംഡൻ പ്രേമത ഞാൻ ആക്ച്വലി തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് അവിടെ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഈ മൂവിയിൽ ആക്ച്വലി ദുൽഖർ എന്ന് പറയുന്ന ആളെ നമ്മളങ്ങനെ ഇമാജിൻ ചെയ്യൂലല്ലോ, അങ്ങനെ പെയിന്റ് പണിയായിട്ടൊക്കെ നടക്കുന്ന ഒരു പയ്യനായിട്ട് അങ്ങനെ ഇമാജിൻ ചെയ്യില്ല. ആളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആളുടെ റിയാക്ഷൻ എന്തായിരുന്നു ഈ സിനിമ എടുക്കാൻ നേരത്ത്? അത് തന്നെയായിരുന്നു നമ്മുടെയും ഒരു സെല്ലിങ് പോയിന്റ്. പുള്ളീനെ ആരും ചിന്തിക്കില്ലാത്തൊരു സാധനം എന്നുള്ളതായിരുന്നു. നമ്മൾ കഥ പറയാൻ ചെല്ലുമ്പോഴും പുള്ളി ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളോർത്ത് ദൈവം പുള്ളിക്ക് ഇത് ഇഷ്ടമാവില്ല, ഇതൊക്കെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായി. ലാസ്റ്റ് ഇയാൾ ഈ പെണ്ണിനെ തിരഞ്ഞ് നടന്ന് ലാസ്റ്റ് ഇവള് മരിച്ചു, ഇവളുടെ ബോഡി കാണുമ്പോഴാണ് ഇവള് മരിച്ചത് എന്നുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞപ്പോൾ പുള്ളി ഒറ്റ ചിരിയിരിച്ച്. അപ്പം ഞാനോർത്തേ അയ്യോ പെണ്ണ് മരിച്ചു പോയി എന്ന് പറഞ്ഞ് ചിരിച്ചോ? പടത്ത് മൊത്തം ഇയാൾ അന്വേഷിച്ചിരുന്ന ആള് മരിച്ചു, ഇവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞുള്ള നോക്കി കിടക്കണം. അപ്പം ഇവള് മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ അന്വേഷിച്ച് നടന്നതെന്നുള്ള കാര്യം ഇയാൾ തിരിച്ചറിയണ ആ മൊമെന്റിന്റെ ആ സീൻ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഒറ്റ ചിരിയിരിച്ചു. ദൈവത്തെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ പുള്ളി പറഞ്ഞത് അതായിരുന്നു പുള്ളിക്ക് അതിൽ ഏറ്റവും കോമഡി ആയിട്ട് അല്ലല്ല ഏറ്റവും പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്ത. പുള്ളി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പുള്ളി ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇവളെ രക്ഷിച്ച് കല്യാണം കഴിക്കുന്ന അങ്ങനത്തെ ഒരു ഇതായിരിക്കും പറയാൻ പോണേന്ന് വിചാരിച്ചത് ഇപ്പോൾ മരിച്ചു. അത് ഭയങ്കര പുള്ളിക്ക് ഇഷ്ടമായിരുന്നു പിന്നീട് പറഞ്ഞത്. അതാണ് ശരിക്കും ഹുക്കിംഗ് പോയിന്റ്. അത് പുള്ളിക്ക് ഹുക്കായ പോയിന്റ് അതാന്ന് പറഞ്ഞു. അപ്പം അത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ആളുകൾ മിക്സഡ് റിവ്യൂസ് ആയിരിക്കുമല്ലോ വരാം. ഇപ്പം ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു ഇതായിരുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു, ചിലതൊക്കെ ശരിക്കും ഈ ക്രിറ്റിസിസംസിനെ എങ്ങനെ എടുക്കുക? അതല്ലെങ്കിൽ അങ്ങനെ ഈ ക്രിഞ്ചെന്ന് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ എടുക്കുന്നത്? അല്ല, നമുക്കും തോന്നിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിഞ്ച് എന്നുള്ള വാക്ക് ഇപ്പോഴാണ് വന്നത്. അപ്പം അതിനു മുമ്പേ അല്ല, അതിനു മുമ്പേ നമുക്ക് തോന്നും ചില സാധനം വേണ്ട, ഇത് ചെയ്താൽ ഏക്കില്ല എന്നൊക്കെയാണ് അന്ന് പറയാലോ. ഏക്കാത്ത കോമഡി എന്നൊക്കെ പറഞ്ഞ പോലത്തെ അതിനെ തന്നെ ട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ അമർക്ക് ബ്രന്തോണിയിലൊക്കെ ഉണ്ട്. എന്ത് ചീഞ്ഞ കോമഡിയാടാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരേട്ടൻ്റെ ക്യാരക്ടർ ഒരു കോമഡി പറയുമ്പോൾ ജയേട്ടൻ ചോദിക്കും, അക്ബർ ചോദിക്കും എന്ത് ചീഞ്ഞ കോമഡിയാടാന്ന് പറഞ്ഞിട്ട് വേണ്ടായിരുന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അമർ വരുന്നത്. അപ്പൊ ഈ അന്തോണി പിന്നെയും മറ്റേത് ഒന്നുകൂടി അടിച്ചു നോക്കും. അപ്പൊ ഈ അക്ബർ എനിക്ക് ഇത് കൊടുത്തിട്ടാണ് കിട്ടിയത്, മറ്റേ ശുപാർശ കൊടുത്തിട്ടാണ് എനിക്കൊരു ഇത് കിട്ടിയത്. അപ്പൊ ഈ ചീഞ്ഞു പോണ കോമഡി എന്ന് പറഞ്ഞാൽ പണ്ട് തുടങ്ങിയ പറയുന്ന ഒരു കാര്യമാണ്. ഒരു കോമഡി പറഞ്ഞിട്ട് ഏറ്റില്ല, അത് ചീഞ്ഞു പോയാൽ ഇതിലും വലിയ ദുരന്തം വേറെ ഇല്ല. സിനിമകളിലും അത് സംഭവിക്കാറുണ്ട്. നമ്മളതിനെ തന്നെ കോമഡിയാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത കോമഡി കേൾക്കാതെ പോയിട്ടുമുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ശ്രമങ്ങളാണ്. ഇപ്പം ഞങ്ങൾ കട്ടപ്പനയിൽ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അന്ന് ഓക്കെയാണ്. ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അതിലുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര റിസ്ക് എലമെൻ്റ് ഉള്ളൊരു സാധനമായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യമൊക്കെയാണ് പേര് മാറ്റണത്. ശശി എന്നുള്ള പേര് ഈ മിമിക്രിക്കാരൊക്കെ കൂടി നശിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് പുള്ളി അത് മാറ്റി സോമൻ ഇട്ടു എന്ന് പറയണത്. അപ്പോൾ ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. അപ്പോൾ ഈ സോമൻ കുറച്ച് നാൾ മുമ്പ്, അതായത് കട്ടപ്പനയൊക്കെ ചെയ്യണതിനും ഒരു 5-8 കൊല്ലം മുമ്പൊക്കെയാണ് ഈ സോമൻ എന്ന് പറഞ്ഞ പേരും പറഞ്ഞ് ഞങ്ങളന്ന് മിമിക്രി ട്രൂപ്പിൽ കളിക്കുന്ന സമയത്തൊക്കെ സോമൻ ഉളൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴും ആ സോമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രോള് പോലെ പറയുന്ന ഒരു പേരായിരുന്നു. പൊതുവെ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ മണ്ടനാണെന്ന് പറഞ്ഞതിന് പകരം അവനൊരു സോമന. അതെ അതെ. അപ്പം അത് ഇപ്പോൾ പറഞ്ഞാൽ ഏക്കുമെന്നൊക്കെ നമുക്ക് ഡൗട്ടാണ്. പക്ഷെ എന്നാലും അതങ്ങോട്ട് വെച്ച് നോക്കാം എന്ന് പറയണത് അതൊരു ശ്രമമാണ്. അതേപോലെ പഴംപൊരിക്ക് രതീഷ് എന്ന് വിളിക്കുക. പക്ഷെ ഒരിടയ്ക്ക് രതീഷ് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. പക്ഷെ ചിത്രഗുപ്തൻ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് രതീഷും ഒരു ശ്രമമാണ്. അത് വർക്കായി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറഞ്ഞ പോലെ ശ്രമമാണ് ഈ പറഞ്ഞ പോലെ ചിത്രഗുപ്തൻ. അതേറ്റില്ല. അത് ഞങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വെച്ചാണ് ചിലപ്പോൾ അത് ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വെടിക്കെട്ടിൻ്റെ റിലീസ്, അതായത് ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം വിപിൻ ചേട്ടനൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും ലിറ്ററലി കരഞ്ഞു.
എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട്, എല്ലാ സിനിമക്കാരും കഷ്ടപ്പെട്ട് തന്നെയാണ് പടം ഇറക്കണം, പക്ഷെ ഞങ്ങൾ തുടക്കം തൊട്ടേ ബുദ്ധിമുട്ടായിരുന്നു. എന്താ അത്രയും ഇമോഷണൽ ആകാനുള്ളൊരു റീസൺ? ശരിക്കും എനിക്ക് തോന്നുന്നു അമറൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡായിരുന്നു. പക്ഷേ വെടിക്കെട്ടിലേക്ക് എത്തിയത്തേക്കും അത് അമറിന് കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റേജിലേക്ക് എത്തി, എന്നിട്ടും പക്ഷെ ഒരു ആദ്യ സിനിമ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇമോഷണൽ ആയിരുന്നു. അതെ അതെ, അല്ല അതിനുവേണ്ടി അത്രയും അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടും കൂടിയാണ്. പിന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് നമ്മളതിൻ്റെ എഴുത്തിനാണെങ്കിലും. ഈ കോവിഡ് ടൈമിലൊക്കെ അതിൻ്റെ വർക്കുകളിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഈ ബഡ്ജറ്റ് കൺസേൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് പുതുമുഖങ്ങൾ വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പം അത്രയും പുതുമുഖങ്ങൾ 100-200ഓളം പുതിയ ആൾക്കാരെ വെച്ചിട്ട് സിനിമ ചെയ്യണതിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. അപ്പം അതിനിപ്പോൾ ബാദുഷൊക്കെ ആണെങ്കിലും ഷിനോയ് ചേട്ടനാണെങ്കിലും അവരാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി അവരും കട്ടക്ക് നിൽക്കുമല്ലേ. പിന്നെ ഇത് ഒരുപാട് സമയമെടുത്തു. അതിൻ്റെ ഇടയിലാണ് ഈ ആക്സിഡൻറ്റ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ ഷൂട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് 19 ദിവസം ബ്രേക്കേ ഉള്ളൂ. 20ാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഷൂട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ കൈ ഇവിടം തുടങ്ങി ഇവിടം വരെ ഫുള്ള് മരുന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്യണത്. അപ്പം അന്ന് ആയുർവേദ മരുന്നൊക്കെ വരണോ, ഇരിക്കണ കസേരയിൽ വാഴല കൊണ്ടുവന്ന് എൻ്റെ കൂടെയുള്ള ഇവനുണ്ട് കബീർ, വാഴല പറിച്ചു കൊണ്ടുവന്ന് കസേരയിലൊക്കെ വെച്ച് കെട്ടും. എന്നിട്ട് കയ്യിൽ മരുന്ന് വെച്ചിട്ട് ആ വാഴയിലെ കൈ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ടാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത്രയും പാട് പെട്ടിട്ടുണ്ട് ആ പടത്തിന് വേണ്ടി. ഫൈറ്റൊക്കെ അതിന് ശേഷമാണ് എടുക്കണം. ഫൈറ്റ് എടുക്കുമ്പോൾ കൈ തൊടാൻ പാടില്ല, കൈ എവിടെ മുട്ടാൻ പാടില്ല. ഈ മരുന്നും വെച്ചിട്ട് എന്നിട്ട് CGയിൽ മായ്ച്ച് കളഞ്ഞേക്കണേണ് ഈ മരുന്നൊക്കെ. മരുന്ന് കഴിക്കാൻ പറ്റില്ല, മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡ് വരും. ശരിക്കും ആക്ച്വലി റെസ്റ്റ് ചെയ്യേണ്ടതിന് പകരം നമ്മൾ 20ാം ദിവസം ഷൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്കാറൊന്നും പോവാത്തത്. അപ്പോൾ ഈ ഫൈറ്റിൻ്റെ ഇടയിൽ വീണ്ടും ഇതിൽ ഡാമേജ് ആയി, ഇതിലൊരു സാധനം അടിച്ചു കൊണ്ടു. അപ്പോൾ എനിക്ക് അതിൻ്റെ പിന്നെയും അവിടെ വീണ്ടും ബൾജ് ചെയ്തു വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഷൂട്ടിൻ്റെ ഇടയിൽ കറണ്ട് അടിച്ച് ആർക്ക് നമ്മൾ ആർട്ടിലുള്ള 2 പേർക്ക്, പ്രശാന്ത് അമരവിള, പ്രശാന്ത് കോങ്ങാട്, ഇവന്മാർ 2 പേരും ഒരു ഏണിയായിട്ട് പോയതാണ് ലൈറ്റ് എന്തോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സീരീസ് ലൈറ്റിൻ്റെ ഒരു മുട്ടുസൂചി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വെച്ചാൽ മുട്ടുസൂചി ഈ മറ്റേ അലൂമിനിയത്തിൻ്റെ ഏണിയാണ്. ഇതിൻ്റെ ഒരു എഡ്ജ് അതിലെങ്ങാണ്ട് മുട്ടിയപ്പോൾ 2 പേർക്ക് അടി കിട്ടി അവിടെ. ഇത് അറിഞ്ഞുമില്ല. ഇവർ പോയിട്ട് എന്തായെന്ന് അന്വേഷിക്കാൻ വേറൊരാൾ ചെന്നിട്ടാണ് പറയണത് അവന്മാർ അവിടെ താഴെ കിടക്കും. പിന്നെ മെയിൻ ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ പിന്നെ എടുത്തോണ്ട് സത്യത്തിൽ ഒരുപാട് ദുരന്തങ്ങളായിരുന്നു അല്ലേ ഇതിന്. അങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിച്ചപ്പോഴേ പിന്നെ വേറെയും ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ശരിക്ക് റിയൽ ഇൻസിഡൻറ്റ് നടന്നൊരു സംഭവമാണ്. അപ്പം അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ മരിച്ചു പോയ ഒരാളുടെ 2 കൈകളാണ് വേറൊരാൾ വെച്ചിട്ട് ഇപ്പോഴും ജീവിക്കണം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നേരിട്ട് പോയി കാണുകയും അവരുടെ ജീവിതവും കൂടിയാണല്ലോ എടുത്ത് സിനിമയിലൊക്കെ ചെയ്തത്. അതിൻ്റെയൊക്കെ ഇമോഷനുണ്ട്. അപ്പോൾ ആ മരിച്ചുപോയ കൈ കൊടുത്ത ആളുടെ അമ്മയൊക്കെ ഉണ്ടായി പടം കാണാൻ ഞങ്ങളുടെ കൂടെ. അതിൻ്റെയൊക്കെ കൂടി ഇമോഷനാണ് കരഞ്ഞു പോയത്. ശരിക്കും ചില ആളുകൾ ഇപ്പം നമുക്കാണെങ്കിലും ചില സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്കും തോന്നുമല്ലോ ഇങ്ങനെ ഇത് സ്ക്രിപ്റ്റ് ഭയങ്കര, അതായത് നമുക്ക് വർക്കാവില്ല, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ ആക്ടേഴ്സിന് ഇത് കേൾക്കുമ്പോൾ തോന്നാറില്ലേ എന്നുള്ളൊരിത്. അങ്ങനെയല്ല, ഒരു സിനിമ സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ സിനിമ കാണാൻ ഒരുപാട് കാരണങ്ങളൊന്നുമില്ല. അതാണ് ഇതിനുള്ള തമ്മിലുള്ള വ്യത്യാസം. സിനിമ കാണാൻ നമ്മൾ ആ സിനിമ കാണാം, കണ്ടോ ഇഷ്ടമായോ ഇല്ലയോ, ഇഷ്ടമായില്ല ഇവനൊക്കെ ഇത് നോക്കി ചെയ്താൽ പോരെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ചെയ്യണവർക്ക് വേറെ 1000 കാര്യങ്ങളുണ്ടാവും അത് ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഗംഭീര നടന്മാരെന്ന് പറയുന്ന നടന്മാർ ഇവർ ചെയ്ത എല്ലാ സിനിമയും ഗംഭീര സിനിമകളാണ്. അതെന്താ അവർക്ക് അറിയാൻ പാടില്ലാണ്ടൊന്നുമല്ലല്ലോ. അതാണ് എല്ലാവരുടെ, അതാണ് നമുക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. ഒരു സിനിമ മോശമാവാൻ ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. കഥ പറയുമ്പോൾ ഇപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ പറയാം. താൻ പറഞ്ഞ പോലെ കഥ നറേറ്റ് ചെയ്യുമ്പോൾ നല്ല കഥയായിട്ട് തോന്നിയിട്ട് ചെയ്തതായിരിക്കാം. ഇത് അതേപോലെ എക്സിക്യൂട്ട് ആവണം എന്നില്ല. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധായകനും മികച്ച ക്യാമറമാനും മികച്ച നടനും ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു കിടിലം പടം ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ആ പടം നന്നാവുമെന്ന് ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞല്ല, അതോ വലിയ ഡയറക്ടർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇറക്കിയാൽ പോലും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലിരിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ ഒരേ സമയം ആ പടം റിലീസാവണം അന്ന് തന്നെ പറയും
പടം പോരാന്ന് പറയും ചിലപ്പോൾ. ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ സിനിമകളെ മോശം ആക്കാറുണ്ടോ? കാരണം ചില സമയത്തൊക്കെ ബഡ്ജറ്റ് ഒക്കെ വെട്ടിച്ചെടുക്കുമ്പോൾ അതെ അതെ അങ്ങനെയും സംഭവിക്കാം. അതൊരെണ്ണം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഇതില്. അമരഗ്രന്ഥനിലെ പാട്ട് കടുവായി കിടുവ പിടിക്കുന്നേ ഇതെവിടുന്ന് വന്ന്? അല്ല, ആ പാട്ടിന് 2-3 ഓപ്ഷൻസ് ഇങ്ങനെ ചർച്ച ചെയ്തെങ്കിലും ലാസ്റ്റ് അത് തന്നെ ഫിക്സ് ചെയ്തായിരുന്നു. ഏതായിരുന്നു വേറെ 1-2 ഓപ്ഷൻസ്? വേറെ ഏതാ, ഇന്ദ്രേട്ടൻ ഒരു പാട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് അത് പാടിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളന്ന് അത് പാടാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അല്ല, അത് ഏതായിരുന്നു പാട്ട്? അത് ഏതാന്ന് ഞാൻ മറന്നുപോയി, ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? ഇല്ല. ഓ, ഇന്ദ്രേട്ടൻ ഇങ്ങനെ ഒരു സജസ്റ്റ് ചെയ്ത് അത് പാടിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അത് രസമുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീണ്ടും ചർച്ച ചെയ്തു അതിനെക്കുറിച്ച്. പിന്നെയും ആവശ്യമൊക്കെ പറഞ്ഞ് ഇത് തന്നെ പാടാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് തന്നെ പാടിയത്. നിനക്കറിയില്ല നിന്റെ മാമനെ, ആ ഡയലോഗ് ഓർമ്മയുള്ള ചാള ചന്തയിൽ പോയിട്ട് ചാള പൂച്ച. അത് ആക്ച്വലി എങ്ങനെയത് ഭയങ്കര ഇപ്പോഴും ട്രോളുകളിലും ഇപ്പോഴും റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സലിമേട്ടൻ പിന്നെ എന്ത് കൊടുത്താലും അത് എഴുതിയത് തന്നെ സലിമേട്ടൻ്റെ മീറ്ററിലാണ്. പുള്ളിയുടെ ഈ കഥ പറച്ചിലിന് കിട്ടുന്ന ഒരു സ്വീകാര്യത ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ സലിമേട്ടൻ്റെ വോയിസിലാണ് നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും പറഞ്ഞു നോക്കിയിട്ട് അങ്ങനെ തന്നെ എഴുതുന്നത്. പുള്ളീനെ തന്നെ വായിച്ച് കേൾപ്പിക്കുന്നത് പുള്ളിയുടെ വോയിസിലാണ്. അപ്പോൾ പിന്നെ പുള്ളി അത് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി ഭംഗിയാവും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പുള്ളിയുടെ പ്രസന്റേഷനിലാണ് അതിൻ്റെ മാർക്ക് ഇരിക്കുന്നത്. സലിമേട്ടൻ പറഞ്ഞിരുന്നു കേട്ടു, എന്താ പറയുക, ഏത് പടത്തിൽ അഭിനയിച്ചാൽ അതിലൊക്കെ നീണ്ടല്ലോ എന്ന്. അതങ്ങനെയല്ല, ഈ അത് യമണ്ടൻ പ്രേമതയുടെ ലൊക്കേഷനിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ DQ സലിമേട്ടനും ഞാനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കഥ പറയാണ്. പണ്ട് ഞങ്ങൾ മറ്റേ രാപ്പകൽ എന്ന് പറഞ്ഞ പടം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിലുണ്ട് ചേട്ടാന്ന് പറയുമ്പോഴത്തേക്കും DQ അതിൽ താണ്ടല്ലോ ഓക്കെ. അപ്പോൾ അതിൽ എന്താണ് മമ്മൂക്കയും സലിമേട്ടനും കൂടിയുള്ള എന്തോ പഴയ കഥ പറയാം, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പറയുന്നത് മായാവി ചെയ്യുമ്പോൾ ഇല്ലേ മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മായാവിയിൽ ഇവനുണ്ടല്ലോ അത് പറഞ്ഞ സലിമേട്ടൻ. അതെ മായാവലി ആയിട്ട്. അപ്പോൾ DQ പിന്നെ മായാവിയിൽ താണ്ടല്ലോ ഓക്കെ. പിന്നെ പടത്തിൻ്റെ കാര്യം പറയും, കഥ പറയുമ്പോൾ ചേട്ടാ കഥ പറയുമ്പോൾ ഇതായിരുന്ന. പിന്നെ പിന്നെ അതിന് മുമ്പ് ഞാൻ പളുങ്കിലിയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം DQ വെച്ചാണ് താനപ്പം വാപ്പിച്ചിട്ടായിട്ടുള്ള കൂടുതൽ കാലത്ത് താൻ നല്ല പ്രായമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരിക്കും ചെറുപ്പത്തിൽ, എത്രയും ചെറുപ്പത്തിൽ എനിക്കറിയാം മിമിക്രിയിലൊക്കെ ആള് സ്റ്റേറ്റ് ലെവല് ഭയങ്കര റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആ വിധത്തിൽ വന്നതാണോ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ? മിമിക്രിയിലാണ്. പണ്ട് മൻരാജ് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, മൻരാജേട്ടൻ്റെ ഞങ്ങൾ പിള്ളേരെ വെച്ചിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം മൻചേട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട് നിഷാദ് ഖാൻ. നിഷാദ് ഖാ ഞങ്ങളുടെ റിഹേഴ്സലൊക്കെ കാണുകയും അപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിഷാദ് ഖാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എൻ്റെ വീടപ്പൻ്റെ എൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ ഇവിടെ ഒരു പയ്യൻ ആവശ്യമുണ്ട്, നീ ആ മറ്റേ വിഷ്ണുവിനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ് മനുഷ്യനെ വിളിച്ച് പറയണം. അങ്ങനെയാണ് CB സാറിൻ്റെ സെറ്റിൽ ആദ്യമായിട്ട് ചെല്ലണതും അതിലൊരു ഡയലോഗ് ഇങ്ങനെ കിട്ടുന്നത്. ഇപ്പൊ ഒരു പുരാണ കഥാപാത്രം ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? കർണൻ. ആഗ്രഹമുണ്ട്. ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ചൂസ് ചെയ്യും? വരട്ടെ, ഏതും ചെയ്യും ഞാൻ എന്തും ചെയ്യും. സുധാകരനാണ്. അപ്പോൾ ഫസ്റ്റ് ലവ് സിനിമ. ഇനി എന്താണ് അടുത്ത വിശേഷങ്ങൾ? നമുക്കിനി പുതിയ സിനിമകളൊക്കെ ഏതൊക്കെയാണ്? ഇപ്പോൾ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ സിനിമ വരാനുണ്ട്. റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞ വരാനുണ്ട്. പിന്നെ നാദർഷിക്കായിട്ട് ചെയ്യുന്ന അടുത്ത സിനിമ മാജിക് മഷ്റൂംസ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫ്യൂച്ചറിൽ വലിയ വലിയ നിലയിലേക്ക് എത്തട്ടെ. അപ്പം ഞാൻ വീണ്ടും വന്നൊരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ട് വരുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഇൻ്റർവ്യൂ എടുക്കാം. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.